എൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ പൂർണ്ണനാ. നീ എൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീ എൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാ. ആരാധിക്കാൻ യേശു കർത്താവിനെ, ആരാധിക്കാൻ യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ. ആമേൻ. ആരാധിക്കാം യേശു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ നീതിയായി തീർന്നവനായ സ്തോത്രം. അനീതിയിലായിരുന്നു, പാപത്തിലായിരുന്നു, പാപഭാരത്തിലായിരുന്നു, അങ്ങേമായി യാതൊരു ബന്ധവുമില്ലാതിരുന്നു, മരിച്ചവരായിരുന്നു. നീതിയുടെ വസ്ത്രത്താൽ ചുറ്റപ്പെട്ട് ഇന്ന് രാവിലെ അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തതിനായി നന്ദി പറയുന്ന കർത്താവ്. നന്ദിയോട് അങ്ങയെ സ്തുതിപ്പാൻ കൃപ ചെയ്താട്ട് ആദ്യോടൊന്നും അങ്ങയുടെ ആത്മാവ് തന്നെ സകല ശുശ്രൂഷകളെ നിയന്ത്രിക്കണമേ. അങ്ങയുടെ ദാസന്മാരെ അഭിഷേകത്തോടെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥന യാചനകളൊന്ന് ശ്രദ്ധ വെച്ച് കേട്ടതിനായി നന്ദി പറയും. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. രാവിലെ ദൈവസന്നിധിയിലേക്ക് സമാധാനത്തോടും പ്രത്യാശയോടും കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയതോർത്ത് കർത്താവിനെ ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും വന്ദനത്തെ പറയുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വന്ദനത്തെ പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റുന്നുണ്ട് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തിയ ശേഷം ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 97-ാം സങ്കീർത്തനം, Psalm number 97. Let's read it responsively and the last 2 verses together. 97-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അവസാനത്തെ 2 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. വായിക്കുന്നു. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പീൻ. യഹോവേ, നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. അവസാനത്തെ 2 വാക്യങ്ങൾ ചേർന്ന് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. നീതിമാന്മാരെ, യഹോവയിൽ സന്തോഷിക്കുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനാണ് ഇന്ന് രാവിലെ നാം കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് അവിടെ കൊടുത്തിരിക്കുന്നത്. അവൻ വാഴുന്നവനാണ്. ഹല്ലേലൂയ. അവൻ സകല ദേവന്മാരെക്കാളും വാഴുന്നവനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം?
നാം അവൻ്റെ മുമ്പിൽ നമസ്കരിക്കണം, അവനെ ഘോഷിച്ച് ആനന്ദിക്കണം. അവനിൽ ഘോഷിച്ച് ആനന്ദിക്കണം. കാരണം അവൻ സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. ഇന്ന് രാവിലെയും ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അവൻ്റെ നാമത്തിന് അത് മഹത്വമായി തീരട്ടെ. ഹല്ലേലൂയ. നാം ആദ്യം പാടുവാൻ പോകുന്ന പാട്ട് പഴയൊരു ഗാനമാണ്, സങ്കീർത്തനക്കാരനോട് ചേർന്ന് പാടുന്നൊരു പാട്ടാണ്. എൻ്റെ കാലുകളെ അവൻ പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ അവൻ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ട് എനിക്ക് തന്നു, എൻ്റെ ദൈവത്തിൻ്റെ സ്തുതി തന്നെ. അതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ഇന്ന് രാവിലെ ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിന് മഹത്വമായിരിക്കണം. നാം പാട്ടുകൾ പാടുന്നത്, നാം സാക്ഷ്യങ്ങൾ പറയുന്നത്, നാം ദൈവസന്നിധിയിലായിരിക്കുന്നത് ദൈവനാമത്തിന് മഹത്വമായിരിക്കട്ടെ. ഹല്ലേലൂയ. ആ ചിന്തയോടെ മുഴുബലത്തോടെ മുഴുശക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത്. ഹല്ലേലൂയ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത്. Hallelujah.
നാമത്തെക്കാളും മേലായ നാമമുള്ളവന്റെ സന്നിധി നമുക്ക് അർപ്പിക്കാം. ഹല്ലേലൂയ. അവൻ അതിന് യോഗ്യനായ ദൈവമാണ്. ആരാധനയ്ക്ക് യോഗ്യനായവൻ, സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായവനാണ് അവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലവ് യു ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ കാൽവരി
നമ്മെ ഇന്നയോളം കാത്ത ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. Praise the Lord. ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ആമേൻ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ആമേൻ. പെറ്റ തള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന, പെറ്റ തള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു കൃപയിൽ എന്നെ ഇന്നയോളം കാത്ത, ഹല്ലേലൂയ, എന്നും എന്നേക്കും. ആമേൻ. വൻകൃപയിൽ എന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിൽ എന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ആമേൻ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ. വൻകൃപയിൽ കാത്ത് പാപഭാരത്താൽ ഞങ്ങളെ വിടുവിച്ച് ആത്മ അഭിഷേകത്താൽ ഞങ്ങളെ നിറച്ച, ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന, കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന നല്ല ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷകന് ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. Praise the Lord, praise the Lord. ക്രിസ്തു എന്റെ മേൽ വെച്ച് ഇഷ്ടമായി നോക്കുന്ന ദൈവത്തിന് നന്ദി, 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 നന്ദി. We praise you, Lord. We love you, Lord. We love you, Lord. We love you, Lord. നന്ദി പറയാം, നന്ദി പറയാം, നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ നാളും എന്റെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഈ നല്ല ദൈവത്തെ സേവിപ്പാൻ അവിടുത്തെ മക്കളായി തീരുവാൻ ഭാഗ്യം തന്നല്ലോ. കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിനായി മോൻസ് ചാൻ ചുരുക്കമാതിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. താങ്ക് യു ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. Yes, Lord. Yes, Lord. Hallelujah. Yes, Lord. Amen, amen, amen. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ചില 2-3 ആഴ്ചകൾക്ക് ശേഷം നിങ്ങളോടൊപ്പം ഒന്നിച്ച് വീണ്ടും ദൈവത്തിൻ്റെ പാതപീഠമായിരിക്കാൻ ദൈവം അവകാശമൊരുക്കി. വന്നതിന് ശേഷം ഒരല്പമായി ശാരീരികമായ അസ്വസ്ഥത ഉണ്ടായിരുന്നുവെങ്കിലും സഭയുടെ സദ്യേറിയ പ്രാർത്ഥന, ഈ പകൽക്കാലം ശുശ്രൂഷിപ്പാൻ കർത്താവ് ബലം തന്നോർത്ത് സ്തോത്രം. അവൻ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കും. ഇതാരാ പറയേണ്ടതെന്നറിയാമോ? യഹോവ ഭക്തന്മാർ അങ്ങനെ പറയട്ടെ.
ഈ രാവിലെ സമയം ദൈവം ചെയ്യുന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് ഒരുക്കിയ സന്ദർഭങ്ങൾക്കായി സ്തോത്രം. മുൻപോട്ട് പോകുന്നതിന് മുമ്പ് I want to invite our youngsters to come forward and recite the word, memory words. And the Word became flesh and dwelt among us, and we beheld his glory, the glory of the only begotten of the Father, full of grace and truth. Ephesians 1:7. In him we have redemption of his blood, forgiveness of sins, according to the riches of his grace. Mark 16, verse 15. Go into all the world and preach the gospel to every creature. Mark 60 verse 15, and he said to them, go to all the world and preach his gospel to every creature. The fear of the God is the wisdom, beginning of the wisdom. A good understanding have all those who fear. Do his commandments, his praise endures forever. Amen. Romans 12, verse 1 and 2. Therefore, I urge you, brothers and sisters, in view of God's mercy, to offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. Do not conform to the pattern of this world, but be transformed by the renewing of your mind. Then you will be able to test and approve what God's will is, his good, pleasing, and perfect will. However, I consider my life worth nothing to me. My only aim is to finish the task and complete the race that the Lord Jesus has given me, the task of testifying the good news of God's grace. Acts 20, verse 24. 1 John chapter 2, verse 3 to 4. But by this we know that we have come to know him if we keep his commandments. But the one who says we have come to know him and does not keep his commandments, he is a liar, and the truth is not in him. For he who keeps his commandments abides in him, and he in him. And we know that he abides in us by the Spirit which he has given us. 1 John 3, verse 24. Romans 12, verses 1 and 2. Therefore, I urge you, brothers and sisters, in the view of God's mercy, to offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. Do not conform to the pattern of this world, but be transformed by the renewing of your mind. Then you will be able to test and approve what God's will is, his good, pleasing, and perfect will. Buat Nangor,
Don't forget not all and all his benefit. Oh Lord, I love my shepherd. I want someone. ആമേൻ. കണ്ണടയ്ക്കാം, കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കാം. ബേബിച്ചാൻ പ്രാർത്ഥിക്കും. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് കുഞ്ഞുങ്ങൾ. അവർ ദൈവസഭയിലാണ് വളരുന്നത്. കർത്താവിൻ്റെ നാമം അവർക്കൂടെ മഹത്വം എടുക്കണം. ഒരു തലമുറ കടന്നുപോയാൽ അടുത്ത തലമുറ കടന്നു വരും. ഈ സത്യത്തിന് വേണ്ടി, ഈ വിശുദ്ധിക്ക് വേണ്ടി, ഈ വേർപാടിന് വേണ്ടി, ഈ വചനത്തിന് വേണ്ടി അവർ നിൽക്കേണ്ടവരാ. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? അവർ കാണാതെ പറയുന്ന വചനം ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ അതുപോലെ ഗ്രഹിക്കുന്നില്ലെങ്കിലും അത് ഉൾനട്ട വചനമായി തീരുവാൻ, പാപത്തെ വെറുക്കുന്ന വചനമായി തീരുവാൻ നമുക്കൊന്നിച്ച് സഭയായിട്ട് പ്രാർത്ഥിക്കാമോ? സ്തോത്രം, 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 സ്തോത്രം. ബാലനെ അഭ്യസിപ്പിച്ചാൽ അവർ വൃദ്ധനായാലും വിട്ടുമാറുകയില്ലെന്ന് വചനമില്ലേ? ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. സ്തോത്രം. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. സ്തോത്രം, സ്തോത്രം. സ്തോത്രം, സ്തോത്രം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ആമേൻ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിലും ആലയത്തിലുമുള്ള എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പണ്ട് ചെയ്യുമായിരുന്നു, ഇപ്പം ചെയ്യാറില്ല. എന്നാൽ ഇന്ന് ചെയ്യാൻ കാരണം ഇംഗ്ലീഷ് ചർച്ച് ഇത് കഴിഞ്ഞുണ്ട്. അവർ വരുമ്പോൾ അവർക്കിരിക്കാൻ സ്ഥലം പുറയിലില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ട് പാടും. ഇപ്പോൾ ആ കൊട്ടുന്നവരെങ്ങനെ പഠിക്കും. ഞാൻ അവിടെ നിർത്തണമെന്ന് അവരെ മേളിൽ പോയി.
അതുകൊണ്ട് നിങ്ങളെ പുറകെ ഇരിക്കുന്നവർ ഇന്നത്തേക്ക് ദയവേത് 2 കൈയും 2 കാലം പറയുക. ഇവിടെ പിന്നെ സ്ഥലമില്ല, ഇങ്ങോട്ടൊന്ന് കയറിയിരിക്കണം. പുറകെ വരുന്നവരെ പിന്നെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും ബാക്കിൽ. അതുകൊണ്ട് വേദഭാഗം വായിച്ചിട്ടൊരു പാട്ട് പാടും. ഇപ്പോൾ വേണമെന്നില്ല, എന്നാലും ഒരു എത്ര കാലം അനങ്ങാതെ നിൽക്കുന്നവരുമുണ്ട്. അവർ കർത്താവ് അവരെ സഹായിക്കട്ടെ. ഇച്ചിരി മുമ്പോട്ട് കയറിക്കും, അതിനെന്നാ കുഴപ്പം? നമ്മുടെ ആൾക്കാരല്ലയോ, നിങ്ങളുടെ പാസ്റ്റ് അല്ലയോ പറയുന്നത്, വേറെ ആരുമല്ലല്ലോ. ഉണ്ടോ, എത്ര നന്നായിരിക്കുന്നു. മുഖമൊക്കെ ഒന്ന് വീർപ്പിക്കാതെ മുമ്പോട്ടൊന്ന് വന്നാട്ടെ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കും. വെരി ഗുഡ്, ഗോഡ് ബ്ലെസ് യു ഓൾ. ഇനി ഇടയ്ക്ക് സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് ഇരിക്കുന്നത് വിരോധമില്ല. അങ്ങനെ എന്ത് രസമായിരിക്കും ദിജി ബ്രദറൊക്കെ ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക്. പ്രൈസ് ദി ലോർഡ്. ഉണ്ടോ, ഇതുപോലൊരു സഭ ഈ ഹൂസ്റ്റണിലില്ല. പറഞ്ഞാൽ ഉടനെ ചാടി മുമ്പോട്ട് കയറിയിരിക്കുന്ന ഒരു ഒരാൾ പോകുന്നു. പോവല്ലയോ? സ്വതന്ത്രം. അപ്പോൾ മോനെ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ ആ കൊട്ടുന്നവരെങ്കിൽ വിളിച്ചേ. ഈ സൺഡേ സ്കൂളിൽ അറ്റൻഡ് ചെയ്യാത്തവർ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പ്രിയ സഹോദര ഒന്ന് പറഞ്ഞേക്കണം. കുഴപ്പമില്ല, ഞാൻ ഇംഗ്ലീഷോട് പറയാവുന്നവർക്ക് വേണ്ടി വന്നില്ലയോ. സൺഡേ സ്കൂളില്ലാത്തവർ മേളിൽ പോയി അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇവിടെ ദൈവസാന്നിധ്യം ഉണ്ടല്ലോ. മേളിൽ പോകുമ്പോൾ സംസാരിക്കുമ്പോൾ ദൈവസാന്നിധ്യമില്ലല്ലോ. അത് പാരൻസ് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഇതും വചനം ആവശ്യിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഇംഗ്ലീഷ് മാത്രമേ അറ്റൻഡ് ചെയ്യൂ എന്നുള്ള ആ കടുംപിടുത്തം വിടണം. ഞാൻ ഇവിടെ ഇരിപ്പുള്ള പിള്ളേർ ഞാൻ ഇംഗ്ലീഷിൽ കൂടെ സംസാരിക്കാൻ ഈ വർഷം തീരുമാനമെടുത്തിരിക്കുക. അല്ലാതെ പിന്നെ അതുകൊണ്ട് നിങ്ങൾ സഹകരിപ്പിക്കണം. മക്കളെ പാസ്റ്റർക്ക് ഇഷ്ടമല്ല കേട്ടോ എന്നൊന്ന് പറഞ്ഞു കൊടുത്തു. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതുകൊണ്ട് സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്ന പിള്ളേർ അവിടെ ഇരുന്നോണം. അവരിങ്ങോട്ട് വരികയരുത്. അന്നാ ഇങ്ങ് വന്നേ ഒന്ന്, ഞാൻ പറഞ്ഞതാ ജോബിനോട് ഇവിടെ നിൽക്കണമെന്ന്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ, അവൻ ചോദ്യമൊക്കെ അത്യുച്ചത്തിലാണ്, ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. ഘോഷിക്കുന്ന സഹോദരന്മാരൊരു ചോദ്യം ചോദിച്ചു കണ്ടു. ഘോഷിക്കുന്ന സഹോദരന്മാരൊരു ചോദ്യം ചോദിച്ചു കണ്ടു. പുസ്തകം തുറപ്പാനും സഹോദരന്മാരൊരു ചോദ്യം, മുദ്ര പൊട്ടിപ്പാനും പുസ്തകം തുറപ്പാനും മുദ്ര സഹോദരിമാർ അതിൻ്റെ മറുപടി പറയണം. 9-ാമത്തെ വാക്യം. ആമേൻ. ഒരു നല്ല സ്തോത്രം പറയാമോ? And they sang a new song saying, "You are worthy to take scroll." Sang a new song to open its seal, saying, "You were slain and have redeemed us to God by your blood, out of every tribe and tongue by your blood, people, and out of every tribe and tongue by your blood, people, and out of every tribe and tongue." സഹോദരന്മാർ ചോദിച്ചു, സഹോദരന്മാർ ആൻസർ പറഞ്ഞു. ഇനി ഞാനൊരു വാക്യം വായിക്കട്ടെ. വേഴ്സ് 12. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും കുഞ്ഞാട് ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. ഓരോന്ന് വായിക്കുമ്പോഴും സ്തോത്രം കൂടുമെന്നാണ് ഞാൻ വിചാരിച്ചേ. ഒന്നുകൂടെ വായിക്കാം. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ വർദ്ധി കുഞ്ഞാടേ നീ യോഗ്യ. കർത്താവ് ഒരല്പം ആരാധിക്കുമ്പോൾ ഇന്ന് സമയമില്ല, എനിക്ക് ആകെ 1/2 മണിക്കൂറേ ഉള്ളൂ. കർത്താവിനെ സ്തുതിക്കാമോ? ഇന്ന് രാവിലത്തെ ആദ്യത്തെ പാട്ട് തന്നെ
ഈ മെസ്സേജിന് ഒരു ആത്മനടത്തിപ്പാണ്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും യേശുവനെന്ന് പറഞ്ഞ് തുടങ്ങിയത്. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾ ചേർന്ന് യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, ചേർന്ന് പഠിക്കാട്ടെ, ചേർന്ന് പഠിക്കാട്ടെ. നിത്യമായി സ്നേഹിച്ചെന്നെ, സൗഖ്യദായകൻ, സൗഖ്യദായകൻ എന്നേശു, പീഡ
സ്തോത്രത്തിനും മഹത്വത്തിനും യോഗ്യനായവരെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യമായി ഞങ്ങളുടെ സ്നേഹിതനായ ഞങ്ങളുടെ രക്തത്താൽ ഞങ്ങളെ വിലക്കുവാങ്ങിയതിനായി നന്ദി. സ്തോത്രങ്ങളും ഭാഷകളും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കിയതിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, hallelujah. Lord, we come to your throne of grace. Yes, Lord Jesus, you are worthy. Lamb of God, you are worthy to be praised. You are worthy to be praised and worshipped. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord, for your marvelous presence here. Yes, Lord, you are worthy to be praised. You are worthy to be worshipped. We know that your presence is here. We are here to worship you. We give you praise. We worship you, Lord. Thank you, Lord, for your word. Speak to us directly in our hearts. Thank you, Lord, for hearing our prayers. In Jesus' precious name we pray. You may be seated. Worthy is the Lamb. കുഞ്ഞാടേ നീ അയോഗ്യൻ. അവൻ യോഗ്യനായി, because he is worthy. We are here today in the house of the Lord. അയോഗ്യരായ നമ്മെ യോഗ്യരാക്കിയവൻ അവൻ യോഗ്യനായതുകൊണ്ടാണ്. Praise the Lord. ദൈവസഭയിൽ കടന്നു വരുമ്പോൾ ആരും മൗനമായിരിക്കരുത്. ഒരു വാക്കില്ലെങ്കിൽ നന്ദി പറയാൻ മറക്കരുത്. സ്തോത്രം, 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 സ്തോത്രം. കുഞ്ഞാടേ നീ യോഗ്യൻ. ഈ പുസ്തകത്തില് അയോഗ്യത സംബന്ധിച്ച് പലരുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നാം അയോഗ്യരാണെന്ന് സമ്മതിക്കുന്നത്. പട്ടാളത്തിൽ ഒരാളെ എടുത്തപ്പോൾ ചെസ്റ്റും ഹൈറ്റും വെയ്റ്റും നീളവും ഒക്കെ നോക്കിയപ്പോൾ ഫിറ്റാ. ഹി ഈസ് ഫിറ്റ് ഫോർ ദ മിലിറ്ററി, സോൾജർ ആകാൻ. പുള്ളിക്ക് പ്രൊമോഷൻ കിട്ടി, കമാൻഡറായി. ബൈബിളിലുള്ള കാര്യമായി പറയുന്നത്. ശതാധിപൻ. അവൻ മിലിറ്ററിയിൽ ഗവൺമെന്റിന്റെ സോൾജർ ആകാൻ യോഗ്യനാ. പക്ഷേ യഥാർത്ഥത്തിൽ യോഗ്യനായവനെ കണ്ടപ്പോൾ, അധികാരമുള്ളവനെ കണ്ടപ്പോൾ, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ അയോഗ്യത സമ്മതിച്ചാൽ നിന്റെ ഭവനത്തിൽ വിടുതലുണ്ട്. നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ആ പറഞ്ഞ നിമിഷത്തിൽ വീട്ടിൽ സൗഖ്യം നടന്നു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ ചില സൗഖ്യം ദൂരവേ നടക്കുന്നു. വിശ്വസിക്കാമോ? ദൈവാലയത്തിൽ കടന്നു ദൈവമക്കൾ വിശ്വസിച്ച് കടന്നു വരണം. ചുമ്മാ പ്രസംഗം കേൾക്കാൻ പറ്റും. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു, ആലോചനയാ കേൾക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയാ. ആകയാൽ വരിക, നിന്നെയും നിന്റെ മകൻ്റെ ജീവനെയും രക്ഷിക്കേണ്ടതിന് ഞാൻ ആലോചന പറഞ്ഞു തരാം. ഇന്ന് പകൽക്കാലം ഈ വചനത്തിലെ പ്രസംഗമല്ല പറയുന്നത്, ദൈവവചനത്തിൻ്റെ ആലോചനയാ. എന്നതാ ആലോചന അറിയാമോ? നീ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ, നീ ഇവിടെ വിശ്വസിക്കുമ്പോൾ, ഇവിടെ ഇല്ലാത്ത ഇടങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കാമോ? പുതുനിയമത്തിലെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ, അവനേക്കാൾ വലിയവൻ ആരുമില്ല.
അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേൾക്കണമോ? നിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. അതാണ് അവന്റെ സർട്ടിഫിക്കറ്റ്. അവന് വേറെ തിയോളജിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. അവന്റെ ഒറ്റ സർട്ടിഫിക്കറ്റ്, യോഗ്യനായവനെ കണ്ടപ്പോൾ അവന് മുൻപിൽ നിന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവനെ പറ്റിയാണ് ഗുരു പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ വലിയവനാരുമില്ല. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്, അവൻ യോഗ്യനാ. എത്ര സന്തോഷമുണ്ടായിരിക്കും നമുക്ക്. ചുമ്മാതെ കണ്ണുണ്ട് കാണത്തില്ല, ചെവിയുണ്ട് കേൾക്കത്തില്ല, മൂക്കുണ്ട് മണക്കത്തില്ല, കാലുണ്ട് നടക്കത്തില്ല, കൈയുണ്ട് പ്രവർത്തിക്കത്തില്ല. ആ ദൈവങ്ങളുടെ പുറകെ നടക്കുന്നതിനേക്കാൾ കൂടുതൽ യോഗ്യനായ ഒരുവൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചല്ലോ. നമ്മൾ ഭൂമിയിൽ ഭാഗ്യവാന്മാരാ കേട്ടോ, ഭാഗ്യവാന്മാരാ. ഇതിനപ്പുറം ശ്രേഷ്ഠജാതി വേറെ ഏതുണ്ട്? ഹല്ലേലൂയ. വല്ലപ്പോഴും നമ്മെ ഓർത്തെങ്കിലും ദൈവത്തെ സ്തുതിക്കണം, പിന്നെ ദൈവത്തെ ഓർത്താൽ മതി. നമ്മളെ ഒന്നുമില്ലാത്ത ഈ ദൈവം നമ്മെ ഇങ്ങനെ ആക്കിയല്ലോ. നമ്മെ ഓർക്കുമ്പോൾ അവനെ സ്തുതിച്ചേ മതിയാകും. ദൈവ വചനം നിമിത്തവും ക്രിസ്തുവിന്റെ സാക്ഷ്യം നിമിത്തവും. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു, ഈ വചനവും നാമവും നിമിത്തം അനേകം ജയിലറകളിലുണ്ട്. ഞാൻ അവരുടെ വിഷയമൊക്കെ പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട്, പറയാൻ പറ്റത്തില്ല. എന്നറിയാമോ, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിൽക്കാൻ കഴിയുമോ? ചിന്തിക്കണം, ദൈവമക്കൾ ചിന്തിക്കണം. നമ്മുടെ കംഫർട്ട് സോണിലെ ഇഷ്ടമുണ്ടപ്പോൾ യോഗത്തിന് പോകാൻ, വേണമെങ്കിൽ വരാം, വേണമെങ്കിൽ വേണ്ട, കൈ പൊക്കണമെങ്കിൽ പൊക്കാൻ, പൊക്കണ്ട, അല്ലെങ്കിൽ കാലം. എന്നാൽ കർത്താവിനെ സേവിക്കുന്നതിന് മാന്യത, യേശുവിന് നിൽപ്പാനൊരു സാവകാശം ലഭിച്ചാൽ അത് നമുക്ക് ലഭിക്കും, ഈ രാജ്യത്തിൽ ലഭിക്കും. ഞാൻ പിന്നീട് പറയാൻ ബാക്കി. ക്രിസ്തുവിൻ ദൈവവചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം നാടുകടത്തപ്പെട്ടവൻ. ഇതിനു മുമ്പ് നാടുകടത്തപ്പെട്ടവരുടെ മരിച്ചുപോയ അസ്ഥിപഞ്ജരങ്ങളുണ്ട് ആ ദ്വീപിൽ. ആരുമില്ല കൂട്ടിനും കൂട്ടായ്മയ്ക്കും. ഏകനായി ഏകാന്തതയിൽ ആ പത്മോസ് ദ്വീപിൽ കഴിയുമ്പോൾ തിരുവചനം പറയുന്നു, കർത്തൃ ദിവസത്തിൽ ആത്മാവിലായി. ആത്മീയനാകേണ്ടത് ആത്മാവിലാ. പ്രൈസ് ദി ലോർഡ്. കർത്തൃ ദിവസത്തിൽ ആത്മാവിലായി. He was in the spirit. ദൈവമക്കൾ ആത്മാവിൽ വേണം ദൈവത്തെ ആരാധിക്കാൻ. ഡൊമീഷ്യൻ ചക്രവർത്തി ഇവനെ തിളച്ച എണ്ണയിലിട്ടു. അറിയാം ചരിത്രം. ഈ മാർഗത്തെയും ഈ വ്യക്തിയെയും നശിപ്പിക്കുക, ഇല്ലായ്മ ചെയ്യുവാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ എത്ര തിളച്ച എണ്ണയായാലും അവനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലൊന്ന് വിശ്വസിക്കാമോ? ഇന്ന് പകലൊന്ന് വിശ്വസിക്കാമോ? ഏതെല്ലാം സാഹചര്യം മാറി മറിഞ്ഞ് വന്നാലും, ഏതെല്ലാം ഗവൺമെന്റ് മാറി മറിഞ്ഞ് വന്നാലും, കഴിഞ്ഞ രാത്രി കണ്ടതുപോലെ ഗവൺമെന്റ് മാറിയെന്ന് വിചാരിച്ച പാപത്തിന് കുറവൊന്നുമില്ല. ഏതെല്ലാം ഗവൺമെന്റോ ഏതെല്ലാം ശത്രുക്കൾ മാറി മറിഞ്ഞ് വന്നാലും ഒരു ഭക്തനെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് നിവർത്തിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ തിളച്ച എണ്ണയിൽ വീണിട്ട് വെന്തുപോകാതിരുന്നപ്പോൾ ബുദ്ധിയുള്ള രാജാവ് ചക്രവർത്തിയാണെങ്കിൽ എൻ്റെ ദൈവമേ ഇത് എന്തുവാന്ന് ചോദിക്കത്തില്ലേ? മറ്റേ പഴയ നിയമത്തില് ശത്രുക്ക് ബേദയ്ക്ക് അപേക്ഷിച്ചോ അവരുടെ അന്ന് ആ രാജാവ് പറഞ്ഞ പോലെ ഇവരുടെ ദൈവം ജീവൻ എന്നൊന്ന് ചിന്തിച്ചാൽ പോരായോ? ചില സംഗതികളുടെ മധ്യേ നമ്മെക്കുറിച്ചുള്ള ദൈവികതം വെളിപ്പെടാൻ ചിന്തിക്കേണ്ടവരുടെ ചിന്താമണ്ഡലം വരെ ദൈവം കൺട്രോൾ ചെയ്യും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിശ്വസിക്കുന്നു. നിനക്ക് ഫേവറായി വരേണ്ട സാഹചര്യം പോലും ദൈവം മാറ്റുമ്പോൾ മനസ്സിലാക്കണം ദൈവത്തിന് നിന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ടെന്ന്. അടുത്ത സ്റ്റെപ്പാണ്
ഇനിയും ഇവിടെയൊന്നും ഈ രാജ്യത്ത് ഇവനെ വേണ്ട. ഞാൻ നശിപ്പിക്കാൻ നോക്കിയപ്പോൾ അവൻ തിളച്ച എണ്ണയിലും നശിക്കത്തില്ല, അവന് ജീവൻ പോകുന്നില്ല. എന്നാ ഇനി അങ്ങോട്ട് പോവാം, പത്മോസിലേക്ക് നാട് കടത്താം. സ്തോത്രം. ഗവൺമെന്റ് ചക്രവർത്തി രാജാവ് അവനു വേണ്ടി കതക് വലിച്ചടച്ചപ്പോൾ കണ്ണടയ്ക്കാത്ത ഒരുവൻ, സ്തോത്രം, സ്വർഗം അവന് വേണ്ടി തുറന്നു. ഇത്രേ ഉള്ളൂ. സ്തോത്രം. മനുഷ്യൻ നിനക്ക് വേണ്ടി വലിച്ചടയ്ക്കുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. വിശ്വസിക്കാമോ? മനുഷ്യൻ, ലോകം, ഗവൺമെന്റ്, ചക്രവർത്തി നിനക്ക് വേണ്ടി കതക് വലിച്ചടക്കുമ്പോൾ കണ്ണടയ്ക്കാത്തവൻ പറയുകയാണ്, യോഹന്നാനെ ഇങ്ങുപോലെ സ്വർഗത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറന്നു. വരാൻ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഇന്ന് പകൽ ആ പുസ്തകത്തിൽ ഞാൻ പ്രസംഗിക്കുന്നത്. വെളിപ്പാട് പുസ്തകം, റെവലേഷൻ, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഇത് ആർക്ക് കൊടുത്തു? നാട് കടത്തപ്പെട്ട യോഹന്നാന് ദൈവം കൊടുത്തു. ദൈവിക പദ്ധതി നോക്കിയേ. ഞാനൊക്കെ വിചാരിക്കുക, ഇവൻ എണ്ണയിൽ വീണ് ചാകാതിന്റെ മസാരമില്ല, നീ എവിടെയെങ്കിലും കോഴിക്ക് ജീവിച്ചോ എന്ന് പറഞ്ഞിരുന്നെങ്കിലോ. നാട് കടത്തിയതും നന്നായത്. നിന്നെ മറക്കേണ്ടവൻ ഓർക്കേണ്ടവൻ മറക്കുന്നത് നന്നായി. നിനക്ക് ഫേവർ തരാനുള്ളവൻ ഫേവർ തരാത്തതും നന്നാവും. പറയാമോ? എന്താണെന്നറിയാമോ? ദൈവം പുതുവഴിയെ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. അതുകൊണ്ടാണ് ഈ ദൈവത്തെ പറ്റി ഞാനൊന്ന് പറയട്ടെ. ആരാന്ന്? 7:3 തോന്നുന്നു, അല്ല 3:7 ഏതാ? വെളിപ്പാട് പുസ്തകം 3:7. ഫിലദൽഫിയയുടെ സഭയുടെ ദൂതൻ, നടത്തിപ്പുകാരൻ, പാസ്റ്റർക്ക് എഴുതുക. അറിവ് വിശ്വസ്തനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ഈ ദൈവത്തെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കണം. അവനൊന്ന് തുറന്നാൽ ലോകത്തിൻ്റെ ശക്തി അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. ഇന്നൊന്ന് വിശ്വസിക്കാമോ? അവനൊന്ന് അടച്ചാൽ ഗവൺമെന്റ് മുഴുവൻ വന്നാൽ തുറക്കാൻ പറ്റത്തില്ല. ഇതാരാന്നറിയാം? ഇന്ന് പകൽ നാം ആരാധിക്കുന്ന ദൈവമാണ്. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവൻ. എന്തുവാ ഈ താക്കോൽ എന്നറിയാമോ? തുറക്കുന്നത്. ഇതേ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമാണ്. ഒരു നല്ല സ്തോത്രം പറയാമോ? ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണമെങ്കിലും അവൻ്റെ അനുവാദം വേണമെന്നല്ലയോ എൻ്റെ അർത്ഥം? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവനൊരു വാതിൽ തുറന്നാൽ അതാരും അടയ്ക്കത്തില്ല. അവനൊരു വാതിൽ അടച്ചാൽ അതാരും തുറക്കത്തില്ല. ഇതാർക്ക് വേണ്ടിയാ പറയുന്നറിയാം? ഇതാർക്ക് വേണ്ടിയാ പറയുന്നത്? മെമ്പർഷിപ്പ് ചർച്ചിലുള്ളവർക്ക് വേണ്ടി അല്ല പറയുന്നത്. സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, സ്വർഗത്തിൽ പോയി ഇരിക്കുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടി അല്ല പറയുന്നത്. താഴോട്ടത് വായിക്കാമോ? ആർക്ക് വേണ്ടിയാ പറയുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അപ്പൊ ആർക്ക് വേണ്ടി ദൈവം വഴി തുറക്കുന്നത്? നമ്മുടെ പ്രവൃത്തി അറിഞ്ഞിട്ടാണ് വഴി തുറക്കുന്നത്. പുറമേ ആരാണെന്നുള്ള എല്ലാവർക്കും മാർക്കിടാം, അകമേ ആരെന്നുള്ളത് അറിയുന്നവരുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്തു, നീ എൻ്റെ വചനം കാത്തു. വചനം കാത്തും നാമത്തെ നിഷേധിക്കാത്തവനും വേണ്ടിയാണ് ദൈവം വഴി തുറക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ ദൂത് ഏറ്റെടുക്കാമോ? ദൈവം നിനക്ക് വേണ്ടി ആരും ചിന്തിക്കാത്ത അഗോചരമായ വഴികളെ തുറക്കുവാൻ വിശ്വസ്തനാണ്.
കാരണം വചനം കാക്കുന്നവന് വേണ്ടി, അവന്റെ നാമത്തെ നിഷേധിക്കാത്തവന് വേണ്ടി ദൈവം വഴി തുറക്കുമെന്നേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ പെട്ടെന്ന് നിർത്താൻ പോവാ, പെട്ടെന്ന് മുമ്പോട്ട് പോവാ. നിർത്താൻ പോവെന്ന് പറഞ്ഞില്ല, മുമ്പോട്ട് പോവുക. കുഞ്ഞാടേ, നീ യോഗ്യൻ. എന്തിനെല്ലാം യോഗ്യനാ? പെട്ടെന്ന് പറഞ്ഞെടുത്താം. എന്തിനെല്ലാം ഈ കർത്താവ് യോഗ്യനാ? 1:5-9 മുമ്പ് വായിച്ചതാ. ആ ആ ആ ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ? He is worthy to redeem us. വീണ്ടെടുപ്പാൻ അവൻ യോഗ്യൻ. വീണ്ടെടുപ്പാൻ അവൻ യോഗ്യൻ. സ്തോത്രം. അതുകൊണ്ടല്ലേ ഇന്ന് പല ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെയാ വീണ്ടെടുത്തത്? രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ഏതോ അത്ഭുതങ്ങൾ ചെയ്തു, ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് പോയി എന്നുള്ളതല്ല പ്രത്യേകത. വിശുദ്ധ രക്തം നമുക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തി. അതാ വിഷയം. എബ്രായ ലേഖനം അതിൻ്റെ 2:15 വായിച്ചേ. 2:15. 2:14-15. മക്കൾ ജഡരക്തങ്ങളോട്. ആരാ ഈ മക്കൾ? നമ്മളെ സൃഷ്ടിച്ച മക്കളായിട്ടാ. നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ എന്തുവരും? ജഡരക്തങ്ങളോട് കൂടി അവരായിത്തീർന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടി അവരായതുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യ സാദൃശ്യത്തിൽ അവൻ വന്നത്. ഈ മക്കളെ എന്ത് ചെയ്യാന്? വീണ്ടെടുക്കുവാൻ, റിഡംഷൻ കൊടുക്കുവാൻ. വായിച്ചോ പക്ഷേ. പ്രൈസ് ദി ലോർഡ്. അവൻ കൂടെ ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി എന്തു? അവൻ ജഡരക്തങ്ങളിൽ വന്നു, ജഡത്തിൽ വന്നു. ജഡത്തിൽ വന്ന് എന്ത് ചെയ്തു? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണം കൊണ്ട് നീക്കി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ മരണം കൊണ്ട്. നോക്കണം, ഗവൺമെന്റും റോമാ ഗവൺമെന്റും യഹൂദ ജാതിയും ബേൽസബേലും കൂടെ ചേർന്ന് യേശുവിനെ ക്രൂശിൽ കയറ്റിയതല്ല. അങ്ങനെയൊക്കെ പറയുന്നവരെ പറയട്ടെ, പക്ഷേ തൻ്റെ മരണം കൊണ്ട് മക്കളുടെ മരണഭയം നീക്കാൻ വേണ്ടി ക്രൂശിൽ തന്നെ ജീവനെ കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെയാ? ഗെത്സമന മുതൽ കാൽവരി വരെ രക്തം ചിന്തി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതാ, പുറമേ ഉള്ള മുറിവ് എല്ലാവർക്കും കണ്ടാൽ അറിയാം, കാരണം രക്തം ഒലിക്കുമ്പോൾ. പക്ഷേ ഗെത്സമനയിൽ പുറമേ മുറിവില്ല, പക്ഷെ രോമകൂപങ്ങൾ കൂടെ രക്തത്തുള്ളികൾ വന്നെങ്കിൽ അകത്തേ മുറിവ്. മാനവജാതിയുടെ പാപത്തിൻ്റെ ഭാരമേറിയപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള മുറിവ്. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയട്ടെ, പുറമേ ഉള്ള മുറിവ് നിങ്ങൾക്കില്ലെങ്കിലും ഉൾമുറിവിനെ അറിയാവുന്ന ഒരുവൻ ഇവിടെയുണ്ട്. ഹൗ ആർ യു? ഐ ആം ഓക്കെ എന്ന് പറയുമ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് മുറിവുള്ളവരെ അറിയുന്ന ഒരുവൻ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഗെത്സമനയിൽ അവൻ അറിഞ്ഞവനാ. സ്തോത്രം. ഗെത്സമന മുതൽ പീലാത്തോസിലെ കൊട്ടാരം മുതൽ ഗബദ്ദ മുതൽ പിന്നെ കാൽവരി വരെ യെശയ്യാവ് പറയുന്നത് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. എന്താ കാര്യം?
അടികൊണ്ട് പുറവൊക്കെയും ഉഴവുചാൽ രോമം വലിച്ചു പറിച്ചു, മുൾക്കിരീടം കൊണ്ട് തലയിൽ വെച്ച് അടിച്ചു താഴ്ത്തപ്പോൾ രക്തം ധാരധാരയായി ഒഴുകി. എന്നിട്ട് വേണ്ടിയാ? അവൻ യോഗ്യൻ നിന്നെ വീണ്ടെടുക്കുവാൻ. സ്തോത്രം, സ്തോത്രം. കാൽവറിയെ പലപ്പോഴും ഒന്ന് ധ്യാനിക്കണം കേട്ടോ. ഈ കർത്തൃമേശയുടെ സമയം മാത്രമല്ല, കാൽവറിയെ ധ്യാനിക്കണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ക്രൂശിന്റെ മരണം. പീലാത്തോസിന്റെ അടുക്ക് ആൾക്കാർ വന്നു, ഞങ്ങൾക്ക് ബറബ്ബാസിനെ വേണ്ട, ദേശം നശിപ്പിക്കുന്നവനെ വേണ്ട, ഞങ്ങൾക്ക് യേശുവിനെ മതി. എന്തിനാ? അവനെ ക്രൂശിക്കണം. അവനെ കാണാൻ വേണ്ടി ബറബ്ബാസിനെ മതി, യേശുവിനെ മതി, ബറബ്ബാസിനെ വേണ്ട, യേശുവിനെ മതി എന്ന് പറഞ്ഞ് അവനെ കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ യേശുവിനെ കൊണ്ടുവന്നു. അവർക്ക് മനസ്സിലായില്ല ഇത് യേശുവാണെന്ന്. എന്താ കാര്യം? കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് രക്തം വാർന്നൊലിക്കുന്ന ശരീരം. പീലാത്തോസ് പറയുകയാണ്, ആ മനുഷ്യൻ ഇവനാ. കാൽവറിയിൽ ഞാൻ പലപ്പോഴും പറയും, അനേക ചോദ്യങ്ങളുടെ പുസ്തകമായി പുസ്തകം. എല്ലാ ചോദ്യത്തിനും മറുപടിയുണ്ട്, എല്ലാ ചോദ്യത്തിനും. ഇന്ന് ഞാൻ പറഞ്ഞ പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന ചോദ്യത്തിനും ഒന്നുണ്ട്, മറുപടിയുണ്ട്. എന്നാൽ കാൽവറിയിൽ കിടന്നുകൊണ്ട് പുത്രൻ തമ്പുരാൻ ഒരു ചോദ്യം ചോദിച്ചു, അതിന് മറുപടിയില്ല. അവിടെ നിശബ്ദത മാത്രമാണ്. എന്തുവാ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ എന്താ മറുപടി ഇല്ലാത്തത്? ആ ചോദ്യത്തിന് മറുപടിയാണ് നാം ഇവിടെ ഇരിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടിയാ. ആ കരച്ചിൽ അവന്റെ കരച്ചിലല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഏദനിൽ നിന്ന് മാനവജാതിയെ അത് വെളിയിലേക്ക് വിട്ടപ്പോൾ അവൻ അന്ന് ചോദിച്ച എന്നോട് എന്തിനായി കൈവിട്ടത് എന്തിനാണ്? ആ ചോദ്യമാണ് അവിടെ ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മെ വീണ്ടും പിതാവിനോട് അടുപ്പിക്കുവാൻ അവൻ രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തു. അതിന് അവൻ യോഗ്യൻ. 2 സമയം കഴിഞ്ഞു. 2, ഇവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഒന്ന് വായിച്ചേ, എൻ്റെ 9ാമത്തെ വാക്യം. സോറി, 9 അല്ല, 4:9 മുതൽ 4:9 മുതൽ. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. മഹത്വവും ബഹുമാനവും ജ്ഞാനവും പുകഴ്ചയും ശക്തിയും എല്ലാം കൈക്കൊള്ളുവാൻ യോഗ്യൻ. സ്വത്രം. അപ്പൊ നമ്മൾ ആരാധിക്കുന്ന ആരെയാ? യോഗ്യനായവനെയാ. നമ്മളോടൊക്കെ അങ്ങ് ചെല്ലുമ്പം കിരീടങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ വലിയ എന്തോട് പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, നിന്നേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വായിച്ചപ്പോൾ ഇതെല്ലാം എന്തുവാ? ഈ കിരീടമെല്ലാം ഇവൻ്റെ മുമ്പിൽ താഴെയാ. ഇവൻ്റെ മുമ്പിൽ താഴെ വെച്ചിട്ട് അവനെ നമസ്കരിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കാൻ വന്നതാ. ഒരു പോയിന്റോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാം. 3, ആരാധിക്കുന്നവരെ വെടിവെപ്പാൻ അവൻ യോഗ്യനാണ്. ആന്നോ ഇല്ലയോ? ആരാധിക്കുന്നവരെ വെടിവെപ്പാൻ. ഒരു രാജാവ് പറഞ്ഞു, ഇനി മേലാൽ ഞാൻ നിർത്തിയ ബിംബത്തെ
എൻ്റെ ബിംബത്തെ ആരാധിക്കാം. ബൈബിളിലുള്ള അറിയാമല്ലോ. ഞാൻ നിർത്തിയ ബിംബത്തെ. ആരാധനയിൽ കോംപ്രമൈസ് ഇല്ല. ആരാധനയിൽ ദൈവമക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവർ ആരാധിക്കുന്നെങ്കിൽ അല്ല, നാം ആരാധിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഏകനായി ഏകാന്തതയിൽ ആരുമില്ലാതെ, ഒരു വ്യക്തി പോലും ഇല്ലാതെ പത്മോസ് ദ്വീപിൽ ആരാ? യോഹന്നാൻ. കറുത്ത ദിവസത്തിരുന്നു. അയ്യോ ആരുമില്ലല്ലോ, എൻ്റെ ദൈവമേ എനിക്ക് പറ്റിയ അബദ്ധം എന്നുമല്ല, അവനങ്ങ് ആത്മാവിലായി. ഹല്ലേലൂയ. അന്നേരമാണ് തുറക്കപ്പെട്ട സ്വർഗം കണ്ടത്. സ്തോത്രം, സ്തോത്രം. ആരാധിക്കുന്നവരെ അപ്പം എല്ലാവരും ഞാൻ ശുപാർശ ചെയ്ത നിന്റെ ബിംബം ഉണ്ടാക്കണം, വിളംബരം ചെയ്യണം. ഇനി മുതൽ എന്ത് ചെയ്യണം? കാഹളവും തമ്പുരും ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് ബിംബത്തെ നമസ്കരിക്കണം. രാജകൽപ്പനയല്ലേ? അതിനെ എതിർക്കാൻ ഒരു ശക്തിയും കഴിയത്തില്ല. വിവരം കിട്ടി ആ 3 സഹോദരന്മാർ ആരാധിക്കുന്നില്ല. എന്തായാലും കാരണം യോഗ്യൻ ഒരുവനെ ഉള്ളെന്ന് അവർക്കറിയാം. വിളിച്ചു ചോദിച്ചു. അവർ പറയാം, ഈ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടിവെപ്പാൻ കഴിയും. ഒരു സ്തോത്രം എന്ന് പറഞ്ഞ് ധൈര്യത്തോട് പറയണം, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് വിടിവെപ്പാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യും. സ്തോത്രം. ആരാധനയ്ക്ക് വരുമ്പോൾ വിടുതലിന് വേണ്ടിയല്ല വരുന്നത്, വിടുതൽ ആരാധനയിൽ ഉണ്ട്. വിശ്വസിക്കാറില്ല. നിങ്ങൾ ഉഴപ്പിപ്പോകരുത്. ആരാധനയ്ക്ക് വന്ന് ശരിക്കും ആത്മാർത്ഥമായി ആരാധിക്കണം. വിഷയത്തിന് വിടുതലുണ്ടെന്നേ ദൈവം ചെയ്യും. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കഴിഞ്ഞ സൺഡേയിൽ ഡൽഹിയിൽ പാസ്റ്റർ ഷാജി അബ്രഹാമിൻ്റെ രോഹിണി ചർച്ചിൽ സംസാരിച്ചത്. ക്രൂശിൻ്റെ പ്രശംസയായിരുന്നു വിഷയം. യോഗത്തിന് മുമ്പ് ഒരു വലിയ മാന്യമായ സഹോദരി 3 മക്കളെ കൊണ്ട് വന്നു. വലിയ ആദരവോടെ പറഞ്ഞു, ഞാൻ ഇന്നാരാണ്, അങ്ങനെ ഇങ്ങനെ, എൻ്റെ 3 മക്കളാണ്, ഞങ്ങൾ ദൈവം തന്നതാണ്, ഇവരെല്ലാം നല്ല നിലയിൽ വന്നു. ഇന്ന് ഞങ്ങൾ ആരാധനയ്ക്ക് വന്നിരിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കാം, ആരാധന കഴിയട്ടെ, പ്രാർത്ഥിക്കാമെന്ന്. ക്രൂശിൻ്റെ പ്രശംസ പറഞ്ഞ് ക്രൂശിലെ രക്തത്തെപ്പറ്റി പറയുമ്പോൾ ഒരു ഹിന്ദി പാട്ടുണ്ട്, അതങ്ങോട്ട് പാടി. ആ പാട്ട് ഞാൻ പറഞ്ഞു വിടാം, പാടാൻ സമയമില്ല. जो क्रूस से लहू बहा मेरे लिए, जो क्रूस से लहू बहा मेरे लिए, काफ़ी है वो मेरे गुनाह धोने के लिए, काफ़ी है वो मेरे गुनाह धोने के लिए, जो क्रूस से लहू. അവിടെയൊക്കെ പിന്നെ സ്ലോയിൽ പാടിയാലും സ്പീഡിൽ പാടിയാലും ജനം ആത്മാവിൽ ആരാധിക്കും. ഒന്നുകൂടെ പറയാം, അവിടെയൊക്കെ പിന്നെ സ്ലോയിൽ പാടിയാലും സ്പീഡിൽ പാടിയാലും ആത്മാവിൽ ആരാധിക്കും. ഇവിടൊക്കെ പിന്നെ ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പം ഞാൻ കണ്ടതാ, യോഗ്യന്യ വന്നപ്പോഴത്തെ ആ താളമൊക്കെ ഞാൻ കണ്ടതാണ്, അതുകൊണ്ടായി പറഞ്ഞു. അവിടേക്ക് ഒന്ന് ഇട്ടുകൊടുത്താൽ മതി. ഈ പാട്ടം കൊണ്ട് പാടിയപ്പോഴത്തെ ജനം രക്തത്തിൽ അങ്ങോട്ട് ആശ്രയിച്ച് ആരാധന തുടങ്ങി. മാന്യസ്ത്രീ തലക്കെട്ടൊക്കെ അഴിച്ചങ്ങോട്ട് ചാടാൻ തുടങ്ങി. ക്രൂശിലെ രക്തത്തിന് മുമ്പിൽ ഒരു പിശാച് നിൽക്കത്തില്ല കേട്ടോ. ആരാധനയിൽ വിടുതലുണ്ട്.
ആരാധനയുടെ മധ്യേ വിടുതൽ നടക്കും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് മാന്യന്മാരായ 3 മക്കളും, അയ്യോ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കണ്ടത്. മാന്യന്മാരായ 3 മക്കളും അമ്മയും കൂടെ ഭയങ്കര ബഹളം. ഞാൻ പറഞ്ഞു ഒറ്റ കുഞ്ഞാണെങ്കിൽ പോകില്ല, ആലോചിച്ചോളം പറഞ്ഞു. ഞാനും പോയി. നമ്മൾ ഈ അന്യഭാഷയൊക്കെ പറയുന്നെങ്കിലും ഇത് കാണുമ്പം പേടിയാ, ഇല്ലേ ബിൽസനെ? ഞങ്ങൾക്ക് പരിചയമുണ്ടോ? അവനെ ബിൽസനെ പറഞ്ഞു ഇതിങ്ങനെ അന്യഭാഷ തുള്ളുവെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ നിൽക്കും. ഞാൻ പറഞ്ഞു ഇത് ആരാധനയാ, അവരുടെ കാര്യം ചെയ്തോട്ടെ. ഒരു കുഞ്ഞു പോലും കൈ വെക്കേണ്ടി വന്നില്ല, ഭൂ പറയേണ്ടി വന്നില്ല, യേശുവിന്റെ നാമം ശാസിക്കുന്നു വന്നില്ല. ആരാധന മധ്യേ ആ കുടുംബം രക്ഷപ്പെട്ടു. സംഭവിക്കോ? ഇനി പഴയ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു ബാക്കി ചുരുക്കുക. ലുധിയാന ഒരു കൺവെൻഷന് പോയി. ഭാഷയ്ക്ക് അറിയാവില്ലയോ? ഇല്ല, അറിയത്തില്ല. ഭാഷയ്ക്ക് അറിയത്തില്ല, കേട്ടിട്ടുണ്ടെന്ന് പറയാതെ ഭാഷ അറിയത്തില്ല. പഴയ ലുധിയാന ഒരു കൺവെൻഷന് പോയി. ശനിയാഴ്ച രാവിലെ 49 പേർ സ്നാനം വിട്ടു. ജോയ് വരീസ് ഭാഷ സ്നാനം കൊടുക്കാൻ പോയിരിക്കുക. ഒരു അപ്പച്ചനെ രാവിലെ കൊണ്ടുവന്ന് എടുത്തോട്ട് കൊണ്ടുവന്ന് കസാരയുടെ താഴെ ഇരുത്തി. കസാരയുടെ താഴെ. അപ്പം ഞാൻ ഇവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞു, ഒരു സഹോദരനോട് പറഞ്ഞു, ആ ബാബാജിസ് പോലും അപ്പച്ചോട് പറഞ്ഞ മേളിൽ കയറി ഇരിക്കാൻ. കാരണം പിള്ളേർക്ക് ആ താഴെ ഡെറി ഇട്ടിരിക്കുന്നത് വലിയൊരു കസാരയാണ്. അപ്പം ആ പറഞ്ഞ പുള്ളി പോയിട്ട് എന്ന് പറഞ്ഞു, യോ പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് തളർന്ന് കിടക്കുക, ആരാണ്ടുകൊണ്ട് എടുത്തുകൊണ്ട് വെച്ചിരിക്കുക, കസാര ഇരുന്നാൽ താഴെ വീഴും, അതുകൊണ്ട് താഴെ വെച്ചിരിക്കുക. ഞാനും പറഞ്ഞല്ലോ എന്നായിപ്പോയി. നമ്മളെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ വലിയ അനുകമ്പയൊക്കെ കാണും. നമുക്ക് വലിയോ ആരാധന കഴിഞ്ഞു, പാട്ട് കഴിഞ്ഞു. പിന്നെ എനിക്ക് ശുശ്രൂഷ കർത്താവ് സമയം തന്നു. ഡിവൈൻ പാർട്ട്ണർഷിപ്പ് എന്ന വിഷയമാണ് സംസാരിച്ചതെന്ന്. സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ആരാധനയൊക്കെ ഉണ്ട്. സംസാരിച്ച് കഴിയുമ്പോൾ വചനം ശുശ്രൂഷിച്ച് കഴിയുമ്പോൾ ഒരു ആരാധനയൊക്കെ ഉണ്ട് നമുക്കിവിടെ ഉള്ളതുപോലെ. അപ്പോൾ അങ്ങനെ പ്രൈസലോ, ഇതുകൊണ്ടൊക്കെ ഞാൻ വല്ലപ്പോഴും അങ്ങോട്ട് പോകുന്നതേ. നിങ്ങളെന്നെ വിടുന്നതിനാൽ സ്തോത്രം. അപ്പോൾ ആരാധനയ്ക്ക് ഈ ഇവിടുത്തെ സഹോദരിമാരെ പോലൊന്നുമല്ല, പഞ്ചാബികൾ. അവരോട് സ്തോത്രമൊന്നും പറയണ്ട, അവരിങ്ങ് മുമ്പ് വരും. അപ്പൻ്റെ കയ്യിൽ ഇതുണ്ട്, എന്തുവാ സാധനമുണ്ട്. ഇങ്ങനെ ഒരു അതല്ല, നിങ്ങൾക്കറിയത്തില്ല സാധനം. നിങ്ങൾ കണ്ട് പഞ്ചാബിയിലുണ്ടോ ഇങ്ങനെ കുരുക്കും, ഇങ്ങനെ നീളത്തിലുള്ള സാധനം, ഇങ്ങനെ ഈ സാധനമുണ്ട്. അമ്മയുടെ കയ്യിൽ ഇതാ ഡോലൊക്കെ. മക്കളുടെ കയ്യിൽ 3 പേരുണ്ട്, 3 പേരുടെയും കയ്യൊന്നുമുണ്ട് ഹിഞ്ചിഞ്ചിൽ. അവർക്ക് താളമൊന്നും തെറ്റത്തെ നല്ലോണം പാടും. ഒരു സ്വന്തം പറയാമോ? ഞാൻ പോലോ ജയ് മിൽക്കർ ജയ് എന്നൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ആരാധന. അപ്പച്ചൻ താഴെ ഇരിക്കും. ഞാൻ വിചാരിച്ചു അവരാ പുള്ളിയാരും ചവിട്ടാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഇപ്പം ഈ ജനം ആരാധിക്കുമ്പോൾ ഞങ്ങൾക്കൊരു താല്പര്യം. അങ്ങനെയാണല്ലോ പലപ്പോഴും. ഞങ്ങൾ ആരാധിപ്പിക്കുന്നവരാണ്, ഞങ്ങൾ ആരാധിക്കുന്നില്ല. നിങ്ങളെന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഞങ്ങൾ മിണ്ടാതിരിക്കും. നിങ്ങളുടെ മുഖമൊക്കെ വീർത്തിരിക്കും, ഞങ്ങൾ അവിടെ ഇരുന്നാൽ വീർത്തേ ഇരിക്കത്തുള്ളൂ. എൻ്റെ കാര്യം പറഞ്ഞാൽ പോരാ, നിങ്ങൾ വേറെ ആരും പറയാം. കൈ അടുപ്പിക്കുന്നത് ഞങ്ങൾ മേലെ കൈ അടിക്കത്തില്ല. അങ്ങനെയുള്ള ഗ്രൂപ്പാണ് ഞങ്ങളെ. ഞങ്ങളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ലേ? സ്തോത്രം. സന്തോഷിക്കുന്നുണ്ട്. ഇപ്പോഴാണ് നേരത്തെ നിർത്തിയാൽ കുഞ്ഞുങ്ങൾ വന്നില്ലല്ലോ. സ്തോത്രം. ഒരു സ്തോത്രം പറയണേ. അപ്പോൾ അങ്ങനെ അമ്മമാർ അച്ഛന്മാർ ഇങ്ങനെ സ്പ്രിങ്ങേ നിൽക്കുമ്പോൾ എനിക്കൂടെ താല്പര്യം, ഞാനിവിടെ ഒന്ന് പ്രൈസ്. അങ്ങനെ ഞാനും കണ്ണടച്ച് ഇങ്ങനെ ആരാധിച്ചപ്പോൾ ആരാണ്ട് വന്ന് തോളെ ഒരൊറ്റ ഇടി. എനിക്കങ്ങോട്ട് ദേഷ്യം വന്നു. പക്ഷെ ആരാധിക്കുമ്പോൾ ദേഷ്യപ്പെടാൻ പറ്റുമോ? അന്യഭാഷ പറയുന്ന വായിൽ വേറെന്തെങ്കിലും പറയാൻ പറ്റുമോ? ദേഷ്യപ്പെട്ടെ ഇങ്ങനെ നോക്കി ഞാൻ പിന്നെ കണ്ണ് തുറന്നൊന്ന് നോക്കിയപ്പോൾ അയ്യോ അപ്പച്ചനാ. മനസ്സിലായില്ല. താഴെ ഇരുന്ന് എടുത്തോണ്ട് വന്ന അപ്പച്ചൻ എഴുന്നേറ്റിരുന്ന് തുള്ളി ആരാധിക്കുക. ഇത് സെക്കൻഡ് ഹാൻഡ് റിപ്പോർട്ട് ഒന്നുമല്ല, അനുഭവസ്ഥരായി പറയുന്നത്. ആരാധനയിൽ വിടുതലുണ്ട്.
വിടുതൽ ലഭിക്കുമെന്ന് പറഞ്ഞു വേണം ദേവദാസന്മാർ ആരാധിപ്പിക്കാൻ. നിന്റെ വിഷയത്തിന് വിടുതലുണ്ട്. ഞാൻ ഈ പ്രോസ്പെരിറ്റി അല്ലേ പറയുന്നത്, വിടുതൽ ആവശ്യമുള്ള ജീവിതങ്ങൾ ഇന്നു പകൽ ഇവിടെയുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്കങ്ങ് പോയി ഞാൻ കെട്ടി അങ്ങ് പിടിച്ചു പുള്ളിയെ. വൈകിട്ട് ഞാൻ ശുശ്രൂഷിക്കുന്നത്, വൈകിട്ട് ശനിയാഴ്ച വലിയ സ്റ്റേജാ, ഞാൻ പറഞ്ഞു കാണും ഇവിടെ. വൈകിട്ട് ഞാൻ മൈക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും രാവിലെ താഴെ ഇരുന്ന് പുള്ളി വൈകിട്ട് മേളിലായിരിക്കുന്നേ. പുള്ളിക്ക് ഒരു 2 മിനിറ്റ് സാക്ഷ്യത്തിന് ഞാൻ മൈക്കില്ലയോ ഞാൻ ഇത് രാവിലെ ഒരു പാവപ്പെട്ടവൻ താഴെ വന്നിരുന്നു, ബാബാജി ഇപ്പോൾ വൈകിട്ടാണ് മേളിലിരിക്കുന്നു, ഒരു 2 മിനിറ്റ് സാക്ഷ്യത്തിന്. ഞാൻ അദ്ദേഹം കേൾക്കാൻ ഇന്ന് ഓടി ഇങ്ങ് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സാക്ഷ്യമുള്ളവൻ ഓടി വരുമെന്ന്. ഓടി ഇങ്ങ് വന്ന് ഞാൻ ഇന്ന് മൈക്ക് കൂടെ സാക്ഷ്യം പറയാം. പുള്ളി ഒരൊറ്റ തട്ട്, यीशु मसीह चंगाई दिया ये बोलने के लिए माइक का लोड नहीं. യേശു സൗഖ്യമായത് പറയാൻ എനിക്ക് മൈക്ക് പോലും വേണ്ടെന്ന്. നമുക്ക് മൈക്ക് കൊടുത്താലും പറയത്തില്ല. ആ പാവപ്പെട്ട കൊച്ചു ഓടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. ഒരു സ്വതന്ത്രമൊക്കെ ഒന്ന് പറഞ്ഞേ, ഇപ്പം തരാം. ഞാൻ ഇതുകൊണ്ട് പുറകെടുക്കുക. പുള്ളി ഈ സ്റ്റേജിൽ അപ്പൊ എനിക്ക് പറഞ്ഞു വിടുതൽ പ്രാപിച്ചവനെ കണ്ടാ അറിയാം. ആരാധിക്കുന്നവനെ വിടുവിക്കുന്നവൻ. മൂന്നുപേരെയും എടുത്ത് തീയിലോട്ടിട്ടു. വീണത് തീരല്ല, 4-അവന്റെ കയ്യിലാണ്. വിശ്വസിക്കാമോ? വീണ് 4-അവന്റെ കയ്യിലാണ്. ഇട്ട രാജാവ് പറഞ്ഞു കേൾക്കണോ, നമ്മൾ 3 പേരെയല്ലേ ഇട്ടത്, 4-മത്തെ ഒരുവൻ ദൈവ പുത്രനെ പോലെ ഉള്ളവൻ, അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഒരു മിനിറ്റ് എഴുന്നേക്കാമോ? ഒന്ന് കേൾക്കണേ. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിക്കാനും യോഗ്യൻ ആര്? ആ ചോദ്യത്തിന് മറുപടി കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ വേരുമായവൻ, പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ. യോഹന്നാൻ തിരിഞ്ഞു നോക്കി യഹൂദാ ഗോത്രത്തിലെ സിംഹത്തെ കാണാൻ. കണ്ടത് അറുക്കപ്പെട്ട കുഞ്ഞാട്. അവരെല്ലാം കൂടി ഒരു സംഘഗീതം പാടി. ഞാൻ വിചാരിക്കുന്നു ആ പാട്ട് ഒരുപക്ഷെ ഇതായിരിക്കാം, ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ഓ ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടാം വെള്ളത്തിൽ ശബ്ദത്തിൽ പരിശുദ്ധയാം സഭയെ. പരിശുദ്ധയാം സഭയെ നാം സ്തുതിച്ചിടുവോ. അതിനു യോഗ്യത്രേ മാധുര്യരാഗമീതങ്ങളാലെ അവരെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമീതങ്ങളാലെ
Praise the Lord. കിരീടങ്ങൾ താഴെയിട്ട് ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിടാം. ഓ മാധുര്യരാഗമഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. യോഗ്യൻ അങ്ങ് യോഗ്യൻ അങ്ങ് യോഗ്യൻ. We worship you Lord, we worship you Lord, we worship you Lord. ആരാധനയ്ക്കും സ്തുതികൾക്കും ബഹുമാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായുള്ളവേ, ഞങ്ങളെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ബഹുമാനം നന്ദി വന്ദനം ആരാധന പുകഴ്ച അങ്ങേക്ക്. Oh, you alone are worthy, you alone